പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും മോചിപ്പിക്കാൻ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഒരു കമ്മീഷനെ രൂപീകരിച്ചു. സൈന്യം മിസ്റ്റർ മഡുറോയെ പുറത്താക്കിയതിനു ശേഷം ശ്രീമതി റോഡ്രിഗസ് തന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു. രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റായി ശ്രീമതി റോഡ്രിഗസിനെ നിയമിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കയുമായി സഹകരിച്ചില്ലെങ്കിൽ മഡുറോയേക്കാൾ വലിയ വില അവർക്ക് നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജയിലിപ്പോൾ എന്റെ ജീവിതമാണെന്നും ജാമ്യം ലഭിച്ച മറ്റുള്ളവരിൽ സന്തോഷവും ആശ്വാസവുമുണ്ടെന്ന് ഉമർ ഖാലിദ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ പങ്കാളി ബനോ ജ്യോത്സ്ന ലാഹിരി പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA പ്രകാരം 5 വർഷത്തിലേറെയായി വിചാരണയോ ശിക്ഷയോ കൂടാതെ ഇരുവരെയും തടവിൽ പാർപ്പിക്കുന്നത് സ്വാഭാവിക നീതിയുടെ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതി തീരുമാനത്തെ CPIM വിമർശിച്ചു. ഇൻഡോറിൽ മലിനമായ കുടിവെള്ളം മൂലമുണ്ടായ വയറിളക്കം മൂലം 142 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 11 പേർ ICUവിലായിരുന്നു. ഭഗീരഥ്പുര പ്രദേശത്ത് 9000-ലധികം പേരിൽ നടത്തിയ പരിശോധനയിൽ 20 പുതിയ രോഗികളെ കണ്ടെത്തിയെങ്കിലും അണുബാധയുടെ ആദ്യഘട്ടം 0 ഭഗീരഥ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവേയിൽ 2354 വീടുകളിൽ നിന്നായി 9416 വ്യക്തികളെ ആരോഗ്യ സംഘങ്ങൾ പരിശോധിച്ചു. മലിനമായ വെള്ളം കുടിച്ച് 6 പേർക്ക് ജീവനും നഷ്ടപ്പെട്ടു. രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന വിമാനയാത്രക്കാരുടെ ഗതാഗതം കണക്കിലെടുത്ത് 150 കിലോമീറ്റർ ചുറ്റളവിൽ 2 വിമാനത്താവളങ്ങൾ നിരോധിക്കുന്ന നയം കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുമെന്ന് രാംമോഹൻ നായിഡു പറഞ്ഞു. ഭോഗപുരത്തെ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം വ്യാപാരം ശക്തിപ്പെടുത്തുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ആന്ധ്രാപ്രദേശിന്റെ ടൂറിസം സാധ്യതകൾ തുറക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.